അതിനെന്താ തെറ്റ്? കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയ ഞങ്ങൾ അതിനൊന്നും പരിഹസിക്കില്ല, ഒരു തെറ്റുമില്ല. പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, 2008 ഉമ്മൻചാണ്ടി ജയ്ഹിന്ദ് ചാനലുമായിട്ട് ഇതുപോലെ ഒരെണ്ണം നടത്തിയിരുന്നു. അന്നിട്ട പേരായിരുന്നു ഇരുവർ. ആ പേരെങ്കിലും മാറ്റായിരുന്നു. കൊല്ലം ഇത്രയില്ല. അല്ല, മോഹൻലാലുമായിട്ട് നടത്തിയില്ലൊന്നും യാതൊരു വിരോധവും നമുക്കില്ല. നല്ല കാര്യമല്ലേ? ഇടയ്ക്കൊന്ന് മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ച് നമ്മളൊന്നുകൂടി കാണട്ടെ, ചിരിച്ചൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ലല്ലോ. 50 മിനിറ്റ് മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആണല്ലോ, മൻ കി ബാത്ത് ആണല്ലോ. ഇങ്ങോട്ട് മാത്രം പറയണല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ചോദിക്കണത് നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള 4 ചോദ്യമല്ലേ ചോദിക്കുന്നത്. ശരിക്കുള്ള 5ാമത്തെ ചോദ്യം വരുമ്പോൾ സമയമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എണീക്കാറില്ല പതിവ്. മോഹൻലാലിനോടെങ്കിലും മറുപടി പറയട്ടെ. അല്ല, അതിലൊന്നും നമുക്ക് തെറ്റില്ല. സർക്കാർ നവകേരള സർവേ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ ആദ്യം സർക്കുലർ ഇറക്കിയത് ആരാണ്? CPM സംസ്ഥാന കമ്മിറ്റിയാണ്. നവകേരള സർവേ നടത്താൻ CPM സംസ്ഥാന കമ്മിറ്റിക്ക് DYFIക്കാരെ CPMകാരെയും വെച്ച് നവകേരള സർവേ നടത്തിയിട്ട് സർക്കാരിന്റെ ഖജനാവിന്ന് ഞാനും ഇവരുമൊക്കെ നികുതി അടയ്ക്കുന്ന പൈസ എടുത്തിട്ട് സർക്കാരിന്റെ ക്യാമ്പയിൻ നടത്തണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഹൈക്കോടതി നല്ല വിധിയായിരുന്നു. അത് ആദ്യത്തെ ഒരു സ്റ്റേ കൊടുത്തതേ ഉള്ളൂ. അതിന്റെ ഹിയറിംഗ് നടക്കുമ്പോൾ ആ സ്റ്റേ പിൻവലിക്കും. ഞങ്ങൾ കേസ് നടത്തിക്കോളാം, ഞങ്ങൾ സുപ്രീം കോടതി നടത്തും. അത് മറന്നുപോയി. ഇപ്പൊ ഇന്നലെ വേറൊരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയല്ലോ, ഡാറ്റ മോഷ്ടിച്ചതിന്. മോഷണ കേസാണ്, ഡാറ്റ മോഷണ കേസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് പ്രതികളാകേണ്ടത്. സാധാരണക്കാരന്റെ ഡാറ്റ അവന്റെ അറിവില്ലാതെ അത് ദുരുപയോഗം ചെയ്തു പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധി നേരത്തെ ഉണ്ട്. അപ്പൊ ഇന്നലെ കോടതി രൂക്ഷമായ ഭാഷയിലാണ് ഇനി ഒരു മെസ്സേജ് പോലും അയക്കരുതെന്ന് പറഞ്ഞു. ഇത് ഓർപ്പിച്ച നന്നായി, മറ്റേത് പറയാൻ പറ്റില്ല. ആര് ഡേറ്റ മോഷണം നടത്തിയാലും തെറ്റാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഡേറ്റ മോഷ്ടിച്ചെന്ന് ഓർത്തോട്ട് മുഖ്യമന്ത്രിയും ഡേറ്റ മോഷ്ടിക്കാൻ ഇറങ്ങാമോ? ഡേറ്റ മോഷണമാണ്. മാത്രമല്ല, ഈ ഡേറ്റ ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്ക് മേടിക്കാനുള്ള കമ്പനികളുണ്ട്. ഉദാഹരണത്തിന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഈ ഡേറ്റ, ഹെൽത്ത് ഡാറ്റയും കൂടി ഉണ്ടാവും. ഇതിന് വലിയ പൈസയ്ക്ക് മേടിക്കും. അവർക്ക് വലിയ താല്പര്യമുള്ളതാണ്. ഇത് കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കപ്പെടും, ദുരുപയോഗം ചെയ്യപ്പെടും. മറ്റേ ഫ്രോഡ് നടക്കും ഇതിനകത്ത്. ഈ ഒരുപാട് ഡിജിറ്റൽ ഫ്രോഡുകൾ നടക്കാൻ ഈ ഡാറ്റയെ മിസ്യൂസ് ചെയ്യും. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്. അല്ല, എന്തിനാ കേസ് കൊടുക്കണം? ആരെങ്കിലും സർവേ നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ കേസ് കൊടുക്കണം? ഇവിടെ എത്ര ചാനലുകൾ സർവേ നടത്തുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ കേസ് കൊടുക്കാൻ പോകണം സർവേ നടത്തുന്നതിന്? അതിനെന്താണ്? അവര് നടത്തിക്കോട്ടെ. അതിനെന്താ? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കുറിച്ച് മിണ്ടിപ്പോകരുത്, UDF സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞു പോകരുത്. ആർക്കാണ് വിജയസാധ്യത? ഇല്ല, കേൾക്ക്, ആർക്കാണ് വിജയസാധ്യത എന്ന് അന്വേഷിക്കരുത്. അതെന്താ? ആര് സർവേ നടത്തിയാലും ഞങ്ങൾക്ക് യാതൊരു വിരോധം. അത് മറ്റേ സ്പാർക്കിൽ നിന്ന് അത് മോഷ്ടിച്ചു. ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് സ്പാർക്ക് ഗവൺമെന്റ് വിചാരിച്ചാൽ മോഷ്ടിക്കാൻ പറ്റില്ലേ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരില്ലേ അതിന്റെ കസ്റ്റോഡിയൻസ്? അവരോട് പറഞ്ഞിട്ട്, ആ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് മോഷ്ടിച്ചു ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങൾ, സർക്കാരിന്റെ കാര്യങ്ങൾ ചെയ്തു. അത് തന്നെയല്ലേ ഇത്? ഇപ്പൊ നവകേരള സർവേയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം ഉണ്ടല്ല, തുടർ ഭരണം ഉറപ്പുവരുത്തണമെന്ന് ഇല്ലേ? നവകേരള സർവേ നടത്തുമ്പോൾ തുടർ ഭരണം ഉറപ്പുവരുത്തണം. തുടർ ഭരണം ഉറപ്പുവരുത്താൻ നാട്ടുകാരുടെ പൈസ വെച്ചല്ല, അത് പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസ ഇറക്കണം. മനസ്സിലായോ? നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ചല്ല തുടർ ഭരണം ഉണ്ടാക്കണം. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശമുണ്ട്, തുടർ ഭരണം ഉറപ്പാക്കണമെന്ന്. അത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നാട്ടുകാരുടെ പൈസ മേടിച്ചിട്ട് നവകേരള സർവേ നടത്തണ്ട. അതേ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ എതിർക്കും, തടയുകയും ചെയ്യും.